നമ്മൾ ഇനി പറയുന്നത് ടെസ്റ്റിസ് ആണ്. ടെസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റിസ് ആണ് ഡീപ്പായിട്ട് തന്നെ സെമിനാർ എടുത്തതാണ്. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അത്ര നല്ല പോയിൻറ്റ്സ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ ഇതിൽ കുറച്ചും കൂടെ കൂട്ടിച്ചേർത്തിട്ട് ഞാനിപ്പോൾ പറയുന്ന പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റിസ് ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്നുള്ള ലെവലിൽ മാത്രമാണ്. മറ്റേതിൽ കുറച്ചും കൂടെ ഡീപ്പായിട്ട് എന്താണ് ടെസ്റ്റിസ് എന്നുള്ള ഓർഗൻ എന്നുള്ളത് ലെവലിലാണ് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ജസ്റ്റ് ടെസ്റ്റിസ് എന്താണ് എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്നുള്ള ലെവലിൽ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. ടെസ്റ്റിസ് ഒരു ഗ്രൂപ്പ് ഓഫ് എൻഡോക്രൈൻ സെൽസിനെ സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെയും ഇൻഡസ്ട്രീഷ്യൽ സെൽസ് അല്ലെങ്കിൽ ലൈഡിക് സെൽസിൻ്റെയും ഇടയിലായിട്ട് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. എൻഡോക്രൈൻ സെൽസിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് എൻഡോക്രൈൻ സെൽസിനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ഇവയാണ് എന്ത് ചെയ്യുന്നത്, മെയിൽ ഹോർമോൺസ് ആയിട്ടുള്ള ഇൻഹിബിൻ ആൻഡ്രോജൻസിനെ സെക്രീറ്റ് ചെയ്യുന്നത്. അത് എപ്പോഴെന്നറിയോ, ICSH നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് വരുന്ന സ്റ്റിമുലേഷൻ ഓഫ് ICH ഓഫ് പിറ്റ്യൂട്ടറിയിൽ നിന്ന് ഇൻഡസ്ട്രീഷ്യൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിന് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് വരുന്ന ഇൻഡസ്ട്രീഷ്യൽ സെൽസ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ വന്നിട്ടാണ് ഈ ഒരു ഇൻഡസ്ട്രീഷ്യൽ സെൽസിനെ വന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴാണ് മെയിൽ ഹോർമോൺസ് ആയിട്ടുള്ള ഇൻഹിബിനും ആൻഡ്രോജനെയും സെക്രീറ്റ് ചെയ്യുന്നത്. ചീഫ് ആൻഡ്രോജൻ എന്ന് പറയുന്നത് ടെസ്റ്റോസ്റ്റിറോൺ ആണ്. ഓക്കെ, ചീഫ് ആൻഡ്രോജൻ ടെസ്റ്റോസ്റ്റിറോൺ ആണ്. ടെസ്റ്റോസ്റ്റിറോണിന് കൂടാതെ ചില മൈനർ ആയിട്ടുള്ള ആൻഡ്രോജൻസും പ്രസൻ്റ് ആണ്. അവയാണ് ആൻഡ്രോസ്റ്റിറോൺ, എപ്പി ആൻഡ്രോസ്റ്റിറോൺ, ആൽഫ ഹൈഡ്രോക്സി ടെസ്റ്റോസ്റ്റിറോൺ, ബീറ്റ ഹൈഡ്രോക്സി ടെസ്റ്റോസ്റ്റിറോൺ. ഈ പേരുകളെ എന്താ പറയുക, ഈ പേരുകളായിട്ടായിരിക്കില്ല നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവുക. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ആൻഡ്രോജൻസിൻ്റെ പേര് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ആൻഡ്രോസ്റ്റിറോൺ ഉണ്ട്, പിന്നെ എപ്പി ആൻഡ്രോസ്റ്റിറോണിൻ്റെ വേറൊരു പേരാണ് ഐസോ ആൻഡ്രോസ്റ്റിറോൺ. ആൽഫ ഹൈഡ്രോക്സി ടെസ്റ്റോസ്റ്റിറോണിൻ്റെ പേരാണ് ഡൈഹൈഡ്രോക്സി ടെസ്റ്റോസ്റ്റിറോൺ. ഈ പേരൊക്കെ ആയിരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക. പിന്നെ ബീറ്റ ഹൈഡ്രോക്സി ടെസ്റ്റോസ്റ്റിറോൺ, ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. ഒന്നുകിൽ അതിൽ പറഞ്ഞ പേരുകൾ പഠിക്കുക, അല്ലെങ്കിൽ ഇതിൽ പറഞ്ഞ പേരുകൾ പഠിക്കുക, അത്രേ ഉള്ളൂ. ഏതായാലും രണ്ടും ഒന്ന് തന്നെയാണ്. ഈ ആൻഡ്രോജൻസിൻ്റെ മെയിനായിട്ടുള്ള ആൻഡ്രോജൻസിൻ്റെ പേരുകളാണ് എന്ന് മനസ്സിലാക്കുക. ഈ അതിലേതൊക്കെയാണെന്ന് വെച്ചാൽ ആൻഡ്രോസ്റ്റിറോൺ, എപ്പി ആൻഡ്രോസ്റ്റിറോൺ, ആൽഫ ഹൈഡ്രോക്സി ടെസ്റ്റോസ്റ്റിറോൺ, ബീറ്റ ഹൈഡ്രോക്സി ടെസ്റ്റോസ്റ്റിറോൺ. പിന്നെ ഇൻഹിബിൻ്റെ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഉണ്ടല്ലോ, FSH, അതിൻ്റെ റിലീസിനെ ഇൻഹിബിറ്റ് ചെയ്യുക. അതിലൂടെ സ്പെർമാറ്റോജെനസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുക. സ്പെർമാറ്റോജെനസിസ് എന്ന് പറഞ്ഞാൽ സ്പേം ഉണ്ടാവുന്ന പ്രോസസ്സാണ്. അതിനെ വന്നിട്ട് ഇൻഹിബിറ്റ് ചെയ്യുന്നത് ഇൻഹിബിനാണ്. അപ്പോൾ ഒന്ന് എന്താ പറയുക, ആൻഡ്രോജൻസ് ആയിട്ടും മറ്റത് ഇൻഹിബിൻ എന്ന് പറഞ്ഞാൽ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഹോർമോണായിട്ട്, ടെസ്റ്റോസ്റ്റിറോൺ FSHനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഹോർമോണായിട്ടും ആക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ടെസ്റ്റിസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ടെസ്റ്റിസിൽ വരുന്ന ആൻഡ്രോജൻസിൻ്റെ ഫങ്ഷൻസ് ആണ് നമുക്ക് നോക്കേണ്ടത്. ഇൻഹിബിൻ്റെ ഫങ്ഷൻ നമ്മളിപ്പോൾ പറഞ്ഞു. ഇനി ആൻഡ്രോജൻസിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആൻഡ്രോജൻസ് നമ്മുടെ പ്യൂബേർട്ടൽ ചേഞ്ചസിനെ ട്രിഗർ ചെയ്യും, പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് ആൻഡ്രോജൻസ് ആണ്. എന്ന് വെച്ചാൽ പ്യൂബേർട്ടൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ എൻലാർജ്മെൻറ്റ് ഓഫ് സെക്സ് ഓർഗൻസ്, ഡെവലപ്മെൻറ്റ് ഓഫ് മെയിൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ്, സെക്ഷൽ ബിഹേവിയർ എന്ന് വെച്ചാൽ സെക്സ് ഓർഗൻസ് വലുതാവുന്നത്. അതേപോലെ അതായത് മെയിൽസിൽ പിന്നെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് മെയിലിൽ വരുന്ന സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ അവരുടെ സൗണ്ടിൽ വരുന്ന മാറ്റം, മീശ, താടി, അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ അവർക്കുണ്ട്. മുഖത്ത് കുരു, പിന്നെ അതേപോലെ അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. അത് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ്. അതേപോലെ സെക്ഷൽ ബിഹേവിയർ. ഈ സെക്ഷൽ ബിഹേവിയർ എന്ന് പറയുമ്പോൾ അതായത് പെൺകുട്ടികളെ കാണുമ്പോൾ ഒരു അട്രാക്ഷൻ പോലെയുള്ള ഇതൊക്കെ വരുന്നത് ഈ ഒരു സെക്ഷൽ ബിഹേവിയറിൻ്റെ ഭാഗമായിട്ടാണ്. പിന്നെ അടുത്ത ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേറ്റ് മസ്കുലാർ ഡെവലപ്മെൻറ്റ്, നല്ല മസ്കുലാർ ഡെവലപ്മെൻറ്റിനെ സ്പീഡാക്കും. അതേപോലെ പ്രോട്ടീൻ സിന്തസിസിനെ ഇൻക്രീസ് ചെയ്യും. അതാണ് ഇൻക്രീസ് ദ റേറ്റ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. അടുത്ത ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എൻഹാൻസ് ദ ബേസിക് മെറ്റബോളിക് റേറ്റ്, നമ്മുടെ ശരീരത്തിലെ ബേസിക് ആയിട്ടുള്ള മെറ്റബോളിക് റേറ്റിനെ ഇൻക്രീസ് ചെയ്യും, എൻഹാൻസ് ചെയ്യും. അതേപോലെ RBC കൗണ്ട് റൈസ് ചെയ്യും. അതേപോലെ ബ്ലഡ് വോളിയവും റൈസ് ചെയ്യും. പിന്നെ സ്പെർമാറ്റോജെനസിസിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻഹിബിൻ്റെ ഫംഗ്ഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ആൻഡ്രോജൻസിൽ വരുന്ന ഒരു ഫംഗ്ഷൻ. എന്ത്, സ്പെർമാറ്റോജെനസിസിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ആൻഡ്രോജൻസ് ആണ്. ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട് ആര്, ഇൻഹിബിനെ, FSHനെ ഇൻഹിബിറ്റ് ചെയ്തിട്ട്. ഓക്കെ, പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ജസ്റ്റ് ഒന്നുകൂടെ വായിക്കാം. ആൻഡ്രോജൻസ് ട്രിഗർ പ്യൂബർട്ടൽ ചേഞ്ചസ്, അതായത് എൻലാർജ്മെൻറ്റ് ഓഫ് സെക്സ് ഓർഗൻസ്, ഡെവലപ്മെൻറ്റ് ഓഫ് മെയിൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് സെക്ഷൽ ബിഹേവിയർ.
നെക്സ്റ്റ് ആക്സിലറേറ്റ് മസ്കുലർ ഡെവലപ്മെൻറ്റ്. നെക്സ്റ്റ് ഇൻക്രീസ് ദ റേറ്റ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. നെക്സ്റ്റ് വൺ എൻഹാൻസ് ദ ബേസിക് മെറ്റബോളിക് റേറ്റ്. നെക്സ്റ്റ് വൺ റൈസ് RBC കൗണ്ട് ആൻഡ് ബ്ലഡ് വോളിയം. നെക്സ്റ്റ് വൺ പ്രൊമോട്ട് സ്പെർമാറ്റോജെനസിസ്. ഓക്കെ, ഇനി ടെസ്റ്റോസ്റ്റിറോൺ എക്സ്ട്രീമായിട്ട് ഡെഫിഷ്യൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ആണുങ്ങളിലെ യൂണക്കോയിഡിസം എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടാകും. അതിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂണക്കസ് അല്ലെങ്കിൽ ന്യൂട്ടേഴ്സ് എന്നാണ് വിളിക്കുക. ന്യൂട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൽസാണ്, അതായത് ഇവർക്ക് വന്ധ്യത ഉണ്ടാവും, കുട്ടികളുണ്ടാവില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൽസാണ്. ഇവരിൽ നോൺ ഫങ്ഷണൽ ടെസ്റ്റിസ്, അതേപോലെ അണ്ടർ ഡെവലപ്ഡ് പെനിസ് ഇവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതായത് ഇവരുടെ ടെസ്റ്റിസ് വർക്കിംഗ് ആയിരിക്കില്ല, നോൺ ഫങ്ഷണലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു ഇവിടെ എന്താണ് ഇല്ലാത്തത്, ടെസ്റ്റോസ്റ്റിറോൺ എക്സ്ട്രീംലി ഡെഫിഷ്യൻ്റ് ആണ്. അതേപോലെ അണ്ടർ ഡെവലപ്ഡ് പെനിസ്, പിന്നെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, സെമിനൽ വെസിക്കിൾസ്, ഇതൊക്കെ അണ്ടർ ഡെവലപ്ഡ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ഈ ന്യൂട്ടേഴ്സിൻ്റെ പ്രത്യേകതകൾ. പിന്നെ ഏർലിയറായിട്ട് അതേപോലെ എക്സസീവായിട്ട് ടെസ്റ്റോസ്റ്റിറോണ് സെക്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നേരത്തെ, അതേപോലെ എക്സസീവായിട്ട് ടെസ്റ്റോസ്റ്റിറോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രിക്കോഷ്യസ് പ്യൂബേർട്ടി ഉണ്ടാക്കും. ഇൻഡ്യൂസ് പ്രിക്കോഷ്യസ് പ്യൂബേർട്ടി, അതായത് ഇവരിൽ നേരത്തെ തന്നെ എന്തുണ്ടാകും, ഇവർ പ്യൂബേർട്ടി അറ്റൈൻ ചെയ്യും. അതേപോലെ പ്രീമെച്വർ സെക്ഷൽ മെച്ചുറേഷനൊക്കെ ഇവർക്ക് വരും. പെട്ടെന്ന് തന്നെ സെക്ഷൽ മെച്ചുറേഷൻ കാര്യങ്ങളൊക്കെ വരും. പ്യൂബേർട്ടി പെട്ടെന്ന് അറ്റൈൻ ചെയ്യുകയൊക്കെ ചെയ്യും. ഇതാണ് പ്രധാനമായിട്ടും പറയാനുള്ള ആൻഡ്രോജൻസിൻ്റെ കാര്യങ്ങൾ, ഫങ്ഷൻസും അതേപോലെ ടെസ്റ്റിസിനെ കുറിച്ചും പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കും.